ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് 2 BHK 3 BHK ഭവനങ്ങൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086399995 8086799992. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഏഴാം പൂജ നടന്നു. ചരിത്ര പ്രസിദ്ധമായ കുതിരവേലയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണ് ഏഴാം പൂജ. കേരളത്തിലെ സുപ്രധാന 108 ദുർഗാക്ഷേത്രങ്ങളിൽ പ്രധാന സ്ഥാനമാണ് വേലൂർ വെങ്ങലശ്ശേരി മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിനുള്ളത്. കുതിരവേലയുടെ മഹാത്മ്യം തട്ടകത്ത് മാത്രമല്ല അറിയപ്പെടുന്നത്. അഷ്ടമംഗല്യ പ്രശ്നത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കം പറയുന്ന ക്ഷേത്രം ഒരു കാലത്ത് രാജഭരണത്തിൻ്റെ നേർസാക്ഷ്യം പറയുന്നതാണ്. കുതിരവേലയ്ക്കെത്തുന്ന കുതിരകൾ എന്നാണ് പറയപ്പെടുന്നത്. ദേശങ്ങൾ ഒത്തൊരുമയോടെ ആർപ്പുവിളികളോടെ ക്ഷേത്രത്തിലെത്തി കാർത്തിക വേലയിൽ പങ്കെടുത്ത് തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി തിരിച്ചു പോയതിനു ശേഷം ഏഴാം പൂജയിൽ ഗുരുതി സമർപ്പണത്തിന് ശേഷമാണ് ക്ഷേത്രനട തുറന്ന് ഭക്തജനങ്ങൾക്ക് ദേവിയെ തൊഴുതു വണങ്ങുവാനുള്ള അവസരം ലഭിച്ചത്. ഏഴാം പൂജയ്ക്ക് ശേഷമാണ് ദൈനംദിന വഴിപാടുകളും പൂജകളും നടന്നത്. ക്ഷേത്രത്തിന്റെ വടക്കും വാതിലിൽ ക്ഷേത്രപാലകന്റെ ക്ഷേത്രത്തിന് മുമ്പിലാണ് രാവിലെ ഏഴാം പൂജ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം കോമരം നവലൂർ ശ്രീനിവാസൻ ചടങ്ങുകൾക്ക് കാർമ്മികനായി. തുടർന്ന് കോമരം കെട്ടിയാടി ഭക്തജനങ്ങൾക്ക് കൽപ്പന നൽകിയതോടെയാണ് ഏഴാം പൂജയ്ക്ക് സമാപനമായത്. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. You are watching VCV News.